ഇന്ത്യയുടെ ധവള വിപ്ലവത്തിന്റെ പര്യായമായി മാറിയ പേരാണ് അമുൽ. ഗുജറാത്തിലെ 2 ഗ്രാമങ്ങളിലെ ക്ഷീരകർഷകർ ചേർന്ന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ ഒരു ചെറിയ സഹകരണ പ്രസ്ഥാനം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷീരസഹകരണ സ്ഥാപനങ്ങളിൽ ഒന്നായി വളർന്നു നിൽക്കുന്നു. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷീരവികസന പദ്ധതിക്ക് പ്രചോദനമായതും മലയാളിയായ വർഗീസ് കുര്യന്റെ നേതൃത്വത്തിൽ അമുൽ കൈവരിച്ച വിജയമായിരുന്നു. കർഷകരുടെ ഉടമസ്ഥതയിൽ കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പ്രസ്ഥാനം ഇന്ത്യയിലെ കോടിക്കണക്കിന് ജനങ്ങളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാണ്. അമുൽ ദ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന പരസ്യവാചകം കേവലം ഒരു വാചകമല്ല, മറിച്ച് തലമുറകളുടെ വിശ്വാസത്തിന്റെ പ്രതീകമാണ്. എന്നാൽ കാലം മാറുമ്പോൾ കോലവും മാറും. ആഗോളീകരണവും പുതിയ സാങ്കേതിക വിദ്യകളും കമ്പോളത്തിലെ മത്സരങ്ങളും അമുലിന് മുന്നിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. സ്വകാര്യ കമ്പനികളുടെ കടന്നുവരവ്, ഉൽപാദന ചെലവിലെ വർധനവ്, മാറുന്ന ഉപഭോക്തൃ ശീലങ്ങൾ, വിതരണ ശൃംഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി പ്രതിസന്ധികളെ ഈ സഹകരണ ഭീമന് ഇന്ന് അഭിമുഖീകരിക്കേണ്ടി വരുന്നു. എങ്കിലും ഈ വെല്ലുവിളികളെ ഓരോന്നിനെയും തന്ത്രപരമായി നേരിട്ട് തന്റെ കമ്പോളത്തിലെ സ്ഥാനം കൂടുതൽ ഉറപ്പിക്കുകയാണ് അമുൽ. പ്രതിസന്ധികളിൽ തളരാതെ അവയെ അവസരങ്ങളാക്കി മാറ്റി അമുൽ നടത്തുന്ന ഈ മുന്നേറ്റത്തിന്റെ കഥ ഏതൊരു സംരംഭത്തിനും ഒരു പാഠപുസ്തകമാണ്. ഒരു കാലത്ത് ഇന്ത്യൻ പാൽ വിപണിയിൽ അമുലിന് കാര്യമായ എതിരാളികൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല. ദേശീയവും അന്തർദേശീയവുമായ നിരവധി സ്വകാര്യ കമ്പനികൾ നൂതന ഉൽപ്പന്നങ്ങളുമായി വിപണി കീഴടക്കാൻ മത്സരിക്കുകയാണ്. ഇതിനു പുറമെ ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക സഹകരണ ബ്രാൻഡുകളും ശക്തമായ വെല്ലുവിളി ഉയർത്തുന്നു. കർണാടകയിൽ നിന്നുള്ള നന്ദിനി, തമിഴ്നാട്ടിലെ അവിൻ തുടങ്ങിയ പ്രാദേശിക ബ്രാൻഡുകൾക്ക് അവരുടെ സംസ്ഥാനങ്ങളിൽ വലിയ സ്വാധീനമുണ്ട്. 2003 അമുൽ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ പാല്, തൈര് എന്നിവ ഓൺലൈനായി വിൽക്കാൻ തുടങ്ങിയത് വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചത്. കർണാടകയിലെ കർഷകരുടെ ഉപജീവന മാർഗത്തെ ഇത് ബാധിക്കുമെന്നും പ്രാദേശിക ബ്രാൻഡായ നന്ദിനിയെ തകർക്കാനുള്ള ശ്രമമാണിതെന്നും കോൺഗ്രസ്, JDS പോലുള്ള രാഷ്ട്രീയ പാർട്ടികളും കർഷക സംഘടനകളും ആരോപിച്ചു. #സേവ് നന്ദിനി പോലുള്ള സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ ശക്തമായി. ഇത് കേവലം ഒരു വിപണി മത്സരം എന്നതിലുപരി ഒരു പ്രാദേശിക വികാരമായി മാറുകയായിരുന്നു. അമുലിന്റെ ഈ നീക്കം പുതിയ വിപണികളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇതോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകുന്ന പുതിയ തലമുറയെ ലക്ഷ്യമിട്ട് ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ഉൽപ്പന്നങ്ങളുമായി നിരവധി സ്റ്റാർട്ടപ്പുകൾ വിപണിയിലെത്തിയിട്ടുണ്ട്. ജിമ്മിൽ പോകുന്നവരെയും കായിക താരങ്ങളെയും ലക്ഷ്യം വയ്ക്കുന്ന ഈ കമ്പനികൾക്ക് വലിയൊരു ഉപഭോക്തൃ സമൂഹത്തെ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വെല്ലുവിളി മനസ്സിലാക്കിയ അമുൽ തങ്ങളുടെ തനതായ ശൈലിയിൽ ഇതിനെ നേരിടാൻ തീരുമാനിച്ചു. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന വിലയിൽ പ്രോട്ടീൻ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുക എന്നതായിരുന്നു അമുലിന്റെ തന്ത്രം. പ്രോട്ടീൻ ലസ്സി, പ്രോട്ടീൻ കുൽഫി, പ്രോട്ടീൻ ഷേക്കുകൾ, പ്രോട്ടീൻ പനീർ, പ്രോട്ടീൻ ബട്ടർ മിൽക്ക് എന്നിങ്ങനെ സാധാരണക്കാർ ദിവസവും ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ പ്രോട്ടീൻ സാന്നിധ്യം ഉറപ്പിച്ചു. മറ്റുള്ളവർ 1 ഗ്രാം പ്രോട്ടീന് 4 രൂപ മുതൽ 5 രൂപ വരെ ഈടാക്കിയപ്പോൾ അമുൽ അത് 2.5 രൂപയ്ക്ക് നൽകി. ഈ വിലക്കുറവ് വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. തങ്ങളുടെ സഹകരണ മാതൃകയും രാജ്യവ്യാപകമായ വിതരണ ശൃംഖലയുമാണ് ഈ വിലക്കുറവിന് അമുലിനെ സഹായിച്ചത്. 10 ലക്ഷത്തിലധികം റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുള്ള അമുലിന്റെ വിതരണ ശൃംഖലയുമായി മത്സരിക്കാൻ പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് കഴിയില്ല. ടയർ 2, ടയർ 3 നഗരങ്ങളിലേക്ക് പോലും എളുപ്പത്തിലെത്താൻ അമുലിന് സാധിക്കുന്നു. ഈ തന്ത്രത്തിലൂടെ പ്രോട്ടീൻ ഉൽപ്പന്ന വിപണിയെ ഒരു ചെറിയ വിഭാഗത്തിൽ നിന്ന് ബഹുജനങ്ങളിലേക്ക് എത്തിക്കാൻ അമുലിന് കഴിഞ്ഞു. ഏതൊരു ക്ഷീര വ്യവസായത്തിന്റെയും നട്ടെല്ല് ക്ഷീര കർഷകരാണ്. എന്നാൽ കാലിത്തീറ്റയുടെ വില വർധനവ്, ഗതാഗത ചെലവ്, ഊർജത്തിന്റെ വിലക്കയറ്റം എന്നിവയെല്ലാം പാലിന്റെ ഉൽപാദന ചെലവ് ഗണ്യമായി വർദ്ധിപ്പിച്ചു. ഇത് അമുലിനും വലിയൊരു തലവേദനയായിരുന്നു. ഉൽപാദന ചെലവ് വർദ്ധിക്കുമ്പോൾ അത് ഉപഭോക്താവിലേക്ക് കൈമാറുകയല്ലാതെ മറ്റു മാർഗങ്ങളില്ല. കഴിഞ്ഞ വർഷങ്ങളിൽ പലതവണ അമുലിന് പാലിന്റെ വില ലിറ്ററിന് 2 രൂപയോളം വർദ്ധിപ്പിക്കേണ്ടി വന്നു. ഓരോ തവണ വില കൂട്ടുമ്പോഴും അത് സാധാരണക്കാരന്റെ ബഡ്ജറ്റിനെ ബാധിക്കുമെങ്കിലും ഭക്ഷ്യവസ്തുക്കളുടെ ശരാശരി വിലക്കയറ്റവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ വർധനവ് കുറവാണെന്ന് അമുൽ വിശദീകരിക്കുന്നു. ഇവിടെയാണ് അമുലിന്റെ സഹകരണ മാതൃകയുടെ പ്രസക്തി. അമുലിന്റെ പ്രധാന ലക്ഷ്യം ലാഭമുണ്ടാക്കുക എന്നതിലുപരി തങ്ങളുടെ അംഗങ്ങളായ 36 ലക്ഷത്തിലധികം ക്ഷീര കർഷകർക്ക് ന്യായമായ വില ഉറപ്പാക്കുക എന്നതാണ്. ഉപഭോക്താവിൽ നിന്ന് ലഭിക്കുന്ന ഓരോ രൂപയുടെയും ഏകദേശം 80 to 85 പൈസയും കർഷകരിലേക്ക് തന്നെ തിരികെ എത്തുന്നു എന്ന് അമുൽ ഉറപ്പുവരുത്തുന്നു. മറ്റ് സ്വകാര്യ കമ്പനികൾ നൽകുന്നതിനേക്കാൾ 15 തൊട്ട് 20% വരെ ഉയർന്ന വിലയാണ് അമുൽ പാൽ സംഭരണത്തിന് നൽകുന്നത്. 2025 മെയ് മാസത്തിൽ കാലിത്തീറ്റയുടെ വില കുറയ്ക്കുകയും പാലിന്റെ സംഭരണ വില വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അമുൽ ചരിത്രപരമായ ഒരു തീരുമാനം കൈക്കൊണ്ടു. 1 കിലോ കൊഴുപ്പിന് 855 രൂപയിൽ നിന്ന് 865 രൂപയായി സംഭരണ വില ഉയർത്തി.
ഇത് ആനന്ദ്, ഖേഡ, മഹിസാഗർ ജില്ലകളിലെ 7 ലക്ഷത്തിലധികം കർഷകർക്ക് നേരിട്ട് പ്രയോജനം ചെയ്തു. ഇത് ഗുജറാത്തിലെ ഏറ്റവും ഉയർന്ന സംഭരണ വിലയായിരുന്നു. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും അവരുടെ പ്രവർത്തന ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്ന ഈ ഇരട്ട തന്ത്രം കർഷകരെ തങ്ങളോടൊപ്പം നിർത്താനും സുസ്ഥിരമായ പാൽ ലഭ്യത ഉറപ്പാക്കാനും അമൂലിനെ സഹായിക്കുന്നു. എങ്കിലും സഹകരണ പ്രസ്ഥാനങ്ങൾക്കുള്ളിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം. അടുത്തിടെ വിർപൂരിൽ ഒരു വെറ്ററിനറി സെന്ററിനായി സ്ഥലം വാങ്ങിയതുമായി ബന്ധപ്പെട്ട് ഉയർന്ന അഴിമതി ആരോപണങ്ങൾ ഇതിന് ഉദാഹരണമാണ്. മാർക്കറ്റ് വിലയേക്കാൾ വളരെ ഉയർന്ന വിലയ്ക്ക് ഭൂമി വാങ്ങി എന്നതായിരുന്നു ആരോപണം. ട്രാൻസ്പെറൻസിയെയും ഭരണ മികവിനെയും സംബന്ധിച്ച് ഇത്തരം സംഭവങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തുന്നു. എന്നിരുന്നാലും സഹകരണ സംഘത്തിനുള്ളിൽ തന്നെ ഇത് ചർച്ചയാവുകയും ഡയറക്ടർമാർ നേരിട്ട് സ്ഥലം സന്ദർശിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തത് പ്രശ്നപരിഹാരത്തിനുള്ള ആഭ്യന്തര സംവിധാനങ്ങൾ ഫലപ്രദമായി പ്രവർത്തിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. അമൂലിന്റെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന് അതിന്റെ വിതരണ ശൃംഖലയാണ്. എന്നാൽ ഇത്രയും വലിയൊരു ശൃംഖലയെ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒരു വെല്ലുവിളി തന്നെയാണ്. പാൽ പെട്ടെന്ന് കേടുവരുന്ന ഒരു ഉൽപ്പന്നമായതിനാൽ ശീതീകരണ സംവിധാനങ്ങളോട് കൂടിയ കോൾഡ് ചെയിൻ വിതരണ ശൃംഖല ഒഴിച്ചുകൂടാനാവാത്തതാണ്. ഗതാഗതത്തിലെ കാലതാമസം, ഡിമാൻഡും സപ്ലൈയും തമ്മിലുള്ള അന്തരം, തേർഡ് പാർട്ടി ലോജിസ്റ്റിക്സ്, സേവനദാതാക്കളുടെ കാര്യക്ഷമതയില്ലായ്മ എന്നിവയെല്ലാം മുൻകാലങ്ങളിൽ അമൂൽ നേരിട്ട പ്രശ്നങ്ങളായിരുന്നു. ഈ പ്രശ്നങ്ങളെ മറികടക്കാൻ സാങ്കേതിക വിദ്യയെ കൂട്ടുപിടിക്കുക എന്നതായിരുന്നു അമൂലിന്റെ തന്ത്രം. ഡിജിറ്റൽ പരിവർത്തനത്തിന്റെ പാതയിൽ അമൂൽ ബഹുദൂരം മുന്നോട്ട് പോയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓട്ടോമാറ്റിക് മിൽക്ക് കളക്ഷൻ സിസ്റ്റം AMCS. ഗ്രാമങ്ങളിലെ പാൽ സംഭരണ കേന്ദ്രങ്ങളിൽ ഈ സംവിധാനം സ്ഥാപിച്ചതോടെ കാര്യങ്ങൾ കൂടുതൽ സുതാര്യവും വേഗത്തിലുമായി. കർഷകൻ കൊണ്ടുവരുന്ന പാലിന്റെ അളവ്, കൊഴുപ്പിന്റെ അളവ്, മറ്റ് കരപദാർത്ഥങ്ങളുടെ അളവ് എന്നിവയെല്ലാം കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തത്സമയം രേഖപ്പെടുത്തുന്നു. ഇതിന്റെ വിവരങ്ങൾ കർഷകന് ഉടൻ തന്നെ പ്രിന്റ് ചെയ്ത് നൽകുന്നു. പണം നേരിട്ട് കർഷകന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തുന്നു. ഇത് ഇടനിലക്കാരെ ഒഴിവാക്കാനും സമയനഷ്ടം കുറയ്ക്കാനും സഹായിച്ചു. വിതരണ ശൃംഖലയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി SAP പോലുള്ള എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സോഫ്റ്റ്വെയറുകൾ അമൂൽ നടപ്പിലാക്കി. ഇത് വിൽപ്പന, വിതരണം, ഇൻവെന്ററി മാനേജ്മെന്റ് എന്നിവയെല്ലാം ഒരു കേന്ദ്രീകൃത സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരാൻ സഹായിച്ചു. ഓരോ ഡിസ്ട്രിബ്യൂട്ടറുടെ അടുത്തും ഏതൊക്കെ ഉൽപ്പന്നങ്ങൾ സ്റ്റോക്കുണ്ട്, എവിടെയാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ഉൽപ്പന്നങ്ങൾ എത്തിക്കാനും ഇത് സഹായിക്കുന്നു. മൃഗങ്ങളുടെ വിവരങ്ങൾ, അവയുടെ ആരോഗ്യം, ഉൽപാദനക്ഷമത എന്നിവയെല്ലാം ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നതിലൂടെ കർഷകർക്ക് മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്ന ഒരു ഡാറ്റാ ബാങ്കും അമൂൽ സൃഷ്ടിക്കുന്നുണ്ട്. പാൽ, വെണ്ണ, തൈര് എന്നിവയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ മാറുന്ന ഉപഭോക്തൃ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്ന നിര വികസിപ്പിക്കുക എന്നത് അമൂലിന്റെ പ്രധാന വിജയതന്ത്രങ്ങളിൽ ഒന്നാണ്. ഇന്ന് ചോക്ലേറ്റുകൾ, ഐസ്ക്രീമുകൾ, പാൽ പാനീയങ്ങൾ, ചീസ്, ബേക്കറി ഉൽപ്പന്നങ്ങൾ, പരമ്പരാഗത ഇന്ത്യൻ മധുര പലഹാരങ്ങൾ, എന്തിന് പ്ലാൻ ബേസ്ഡ് ബിവറേജസ് വരെ അമൂൽ വിപണിയിൽ ഇറക്കുന്നു. 2026ഓടെ 1 ലക്ഷം കോടി രൂപയുടെ വിറ്റുവരവ് എന്ന ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന അമൂൽ തങ്ങളുടെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനായി വലിയ നിക്ഷേപങ്ങളാണ് നടത്തുന്നത്. 2024 സാമ്പത്തിക വർഷത്തിൽ 15 പുതിയ പാൽ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ പദ്ധതിയിട്ടു. ഇത് നിലവിലുള്ള 47 ദശലക്ഷം ലിറ്റർ പ്രതിദിന ശേഷിയിൽ നിന്ന് 3 to 4 ദശലക്ഷം ലിറ്ററിന്റെ വർധനവ് കൊണ്ടുവരും. ഇന്ത്യൻ വിപണിക്ക് പുറമെ 50ലധികം രാജ്യങ്ങളിലേക്ക് അമൂൽ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അടുത്തിടെ അമേരിക്കൻ വിപണിയിലേക്കും അമൂൽ പ്രവേശിച്ചു. അമേരിക്കയിൽ പാലിന്റെ ഉപഭോഗം കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും ഓട്സ് മിൽക്ക്, സോയ മിൽക്ക് പോലുള്ള പ്ലാന്റ് ബേസ്ഡ് പാനീയങ്ങൾക്ക് പ്രിയമേറുകയാണ്. ഈ അവസരം മുതലെടുത്ത് ഒരു പ്രീമിയം ബ്രാൻഡ് എന്ന നിലയിൽ അമേരിക്കൻ വിപണിയിൽ ഇടം കണ്ടെത്താനാണ് അമൂൽ ശ്രമിക്കുന്നത്. അമൂലിന്റെ വിജയഗാഥ കേവലം ഒരു കമ്പനിയുടെ വളർച്ചയുടെ കഥയല്ല, മറിച്ച് സഹകരണ തത്വങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ആധുനിക കമ്പോളത്തിന്റെ വെല്ലുവിളികളെ എങ്ങനെ നേരിടാം എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ്. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.